വൈകിട്ട് എല്ലാരും ചാരുവിന് സമ്മാനങ്ങളൊക്കെ കൊടുക്കുമ്പോ നമ്മളും എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ? നാട്ടിൻപുറവാ. ഇവിടെ ഉള്ള എല്ലാരും അയൽക്കാരും ബന്ധുക്കളും ഒക്കെ പ്രസന്റേഷൻ കൊടുക്കുന്ന ഒരു പതിവുണ്ട്. ചിലര് ക്യാഷ് കവറിലിട്ടായിരിക്കും കൊടുക്കുക. ഞാൻ ഏതായാലും ഒരു 2000 രൂപ ക്യാഷ് ആയിട്ട് കവറിലിട്ട് കൊടുക്കാന്നാ വിചാരിക്കുന്നത്. എന്നെ പഠിപ്പിച്ച മാഷല്ലേ. കൈലാഷ് സാർ എന്താ ഉദ്ദേശിക്കുന്നത്? പാറു കൃഷ്ണനും രാധയുമുള്ളൊരു പ്രസന്റ് കരുതി വെച്ചിട്ടുണ്ട്. ശരിക്കും മാഷിന് അത്രയും കൊടുത്താ പോരാ. പിന്നെ മാഷിനും ആയിരപ്പറക്കാർക്കൊക്കെ കാശും സ്വത്തും ഒക്കെ ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് അത് മതിയെന്നങ്ങ് വെച്ചു. അത് പോരേ സർ. പ്രിയന് വേണമെങ്കിൽ ഞാൻ കുറച്ച് ക്യാഷ് കൂടി തരാം, അതുകൂടി ചേർത്ത് കൊടുക്കാലോ. അയ്യോ അത് വേണ്ട. കൈലാഷ് സാർ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ചോദിച്ചതാ. ശരിക്കും ഞാനിവിടെ വന്നത് വള്ളംകളി കാണാനും കുറച്ച് നല്ല ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയാ. ഇപ്പൊ തന്നെ കുറെ ഫോട്ടോസ് എടുത്തു. എനിക്കിതൊക്കെ റെയർ എക്സ്പീരിയൻസാ. ഈ കൈത്തോടും കായലും നാട്ടിൻപുറം ഒക്കെ കാണുന്ന തന്നെ വലിയ സന്തോഷമാണ്. പിന്നെ ഇവിടെ വന്ന് ചാരുവിനെ ആകാശിനെയൊക്കെ പരിചയപ്പെട്ടപ്പോ നമ്മുടെ അടുത്ത ആരൊക്കെയാണെന്ന് തോന്നിപ്പോയി. എത്ര പെട്ടെന്ന് നമ്മൾ ഈ ആയിരപ്പറക്കാരുടെ ഭാഗമായത്. ആ, ചാരുവിന് ഞാനൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കണമെന്നാ വിചാരിക്കുന്നേ. അതും കാശും വിലപിടിപ്പുള്ള ഗിഫ്റ്റ് ഒന്നുമല്ല. എന്റെ ഐഡിയ മറ്റൊന്നാ. കുട്ടനാട്ടിൽ നമ്മുടെ PKR ഗ്രൂപ്പ് ഒരു ഷോപ്പ് എടുത്തു കൊടുക്കുന്നു. അവിടെ നമ്മുടെ കമ്പനിയിലെ ഗാർമെന്റ്സ് കൊടുക്കുന്നു. കൂട്ടത്തിലൊരു ബിസിനസ് പ്രൊമോഷൻ അതല്ലേ? ഏയ് അല്ല, ചാരു ഇവിടെ മൊബൈലായിട്ടൊരു സാരി ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നുണ്ട്. സാരി മാത്രമല്ല, ചുരിദാറും മറ്റുമായിട്ട് സ്കൂട്ടറിൽ കൊണ്ടുപോയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഒരു ഷോപ്പ്, അതും അവളുടെ പേര് തന്നെ ഇട്ടുകൊടുത്താ നമുക്ക് മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യാനും പറ്റും. അരവിന്ദും ചാരും ചേർന്ന് അത് നോക്കി നടത്തുകയും ചെയ്യും. നമുക്ക് ഇവരുമായിട്ടുള്ള റിലേഷൻ തുടരുകയും ചെയ്യാം. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ഇഷ്ടപ്പെട്ടോ? നല്ല ഐഡിയ ഒക്കെ തന്നെയാ. പക്ഷേ അത് നമ്മുടെ കമ്പനിയുടെ പേരിൽ വേണ്ട, ചാരുവിന്റെ പേരില്. അല്ലെങ്കിൽ വേണ്ട, അരവിന്ദ് റെഡിമെയ്ഡ്സ് എന്ന് വെച്ചാൽ മതി. അങ്ങനെ ഒരു ഓഫർ കൊടുത്താ അതല്ലേ നല്ലത്? അത് മതി. പോകുന്നതിന് മുമ്പ് നമുക്കൊരു ഷോപ്പ് കണ്ടെത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്താ, അതുപോലെ? ആ, അത് മതി. ആ അല്ല, എന്തുപറ്റി പാറു? മുഖത്തൊരു ടെൻഷൻ പോലെ. ആകെ പ്രശ്ന. എന്റെ ബാഗിൽ വെച്ചിരുന്ന ആ കത്ത് അവിടെ കാണുന്നില്ല. ഞാനാണെങ്കി എന്റെ ഡ്രസ്സിന്റെ ഇടയിൽ ഒളിപ്പിച്ചു വെച്ചതാ. ബാഗ് മുഴുവൻ നോക്കിയോ? അല്ല, ബാഗ് എവിടെ വെച്ചിരുന്നേ? ചാരുവിന്റെ മുറിയിലാണോ? എന്റെ ബാഗ് ആ മുറിയിൽ തന്നെയായിരുന്നു. പെട്ടെന്നത് മാറ്റിയാൽ ചാരുവിന് സംശയം തോന്നിയാലോ എന്ന് വിചാരിച്ചു. അതിനി ചാരുവിന്റെ കയ്യിലെങ്ങാനും കിട്ടിക്കാണു? ഏയ്, അതിന് സാധ്യതയില്ല. എന്റെ ബാഗിന് അവൾക്ക് കിട്ടിയിരുന്നെങ്കില് ചാരു എന്നോട് ചോദിക്കാതിരിക്കോ? പിന്നെ അത് ആരെടുത്തതായിരിക്കും? എനിക്കറിയില്ല പ്രിയൻ ചേട്ടാ. ഇനി അരവിന്ദേട്ടൻ തന്നെ എടുത്തതാണെങ്കിലോ? അയാള് ചിലപ്പോ വളരെ നേരത്തെ എഴുതി വെച്ച കത്തായതുകൊണ്ട് അതെടുത്ത് നശിപ്പിച്ചതാണെങ്കിലോ? പിന്നെ ചാരുവായിട്ട് കൂടുതൽ എടുത്തപ്പോ ആ തീരുമാനം മാറ്റിക്കാണും. കത്ത് തിരിച്ച് അരവിന്ദ് തന്നെ എടുത്തതാണെന്ന് സപ്പോസ് വിചാരിച്ചാലും അത് ആരെങ്കിലും വായിച്ചിട്ടുണ്ടാവോന്ന് അരവിന്ദിന് സംശയം തോന്നില്ലേ? ആ കുട്ടികളിൽ നിന്ന് കത്ത് പിടിച്ചു വാങ്ങിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ കണ്ടോന്ന് അരവിന്ദേട്ടന് അറിയാം. അതുമല്ല, ആ കുട്ടിയെ ഉപദ്രവിച്ച എന്തിനാണെന്ന് ഞാൻ ചോദിക്കുകയും ചെയ്തു. പക്ഷെ വേറൊരു കാര്യമുണ്ട്. അത് റോക്കറ്റായി പന്തലിന്റെ മുകളിൽ തങ്ങി നിൽക്കുന്ന കണ്ട് അരവിന്ദേട്ടൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. ആ അരവിന്ദനും ചാരുവും തമ്മില് വളരെ ഇന്റിമേറ്റ് ആയിട്ട് ഇടപെടുന്നത് എല്ലാരും കണ്ടതല്ലേ? സ്ലിപ്പായി വീണ ചാരുവിനെ പബ്ലിക്കായിട്ട് എടുത്തുകൊണ്ട് പോയത് അരവിന്ദനായിരുന്നു. അത് കൈലാഷ് സാറും കണ്ടതല്ലേ? അപ്പോഴൊക്കെ പുള്ളിക്കാരൻ വളരെ ഹാപ്പി ആയിരുന്നു. പിന്നെ ആര്? ഞാൻ ആ കത്ത് നിങ്ങളെ ആരെങ്കിലും ഏൽപ്പിച്ചാൽ മതിയായിരുന്നു. ഈശ്വര, ആ കത്ത് പ്രിയൻചേട്ടൻ പറഞ്ഞ പോലെ ഒരു ലെറ്റർ ബോംബായി തന്നെ മാറിയല്ലോ. എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. എന്നാലും ആരായിരിക്കും അതെടുത്തത്?